അപ്പോൾ അസ്സലാമലൈക്കും. ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവ് ബാക്കി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്സാണ്. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉള്ളി അരിഞ്ഞിടാം. എന്നിട്ട് പച്ചമുളക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇഞ്ചി ചെറുത് കഷ്ണമായിട്ട് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പ് പൊതിനും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് കൂടുതലിടാം കേട്ടോ. അതേപോലെ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ യോജിപ്പിച്ചതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിക്കാം. ആ സമയത്ത് കട്ടൻ ചായ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതാണ് ഇപ്പോൾ ഈ വീഡിയോയിലെ ഒരു ക്ലിപ്പ് കാണിച്ചത്. അപ്പോൾ നമ്മൾ ചായ തിളച്ച് വന്നപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായയും എനിക്ക് നല്ല അടിപൊളി സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ ആ മാവ് ഇതേപോലെ പക്കവടക്കൊക്കെ നമ്മളിങ്ങനെ കൈ കുറച്ചാക്കിയിട്ടിടില്ല, അതേപോലെ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളി തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് വരും. അപ്പോൾ അങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കണ്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ്. നമ്മളിതിൽ വേറൊരു കളറൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി പോലും ഇട്ടിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനത്തെ നല്ലൊരു ചുവ കളർ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കട്ടൻ ചായയും പക്കവടല്ല ഈ സ്നാക്സും കൂടിയിട്ട് തിന്നുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.